കണ്ണൂരിൽ നിന്നും കുന്നത്തൂരേക്ക് പോകുന്ന ഒരു എളുപ്പ വഴിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് പുതിയ തെരു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡ് കിട്ടും. ആ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതൊക്കെ പുതിയ തെരു ടൗണിന്റെ ഹൃദയഭാഗമാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ട്രാഫിക്കുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ടൗണാണ് ഈ പുതിയ തെരു എന്ന് പറഞ്ഞാൽ. ഇടുങ്ങിയ ഒരു ടൗണാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഈ ടൗണിൽ ഇങ്ങനെ ചെലവഴിക്കേണ്ടി വരും നമ്മൾ വണ്ടിയിൽ. അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു പുതിയ തെരു ടൗണിനെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് കാട്ടാമ്പള്ളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വശീകരിക്കുന്ന തരത്തിലുള്ള ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ കണ്ണിനൊക്കെ ഒരു കുളിർമയേകുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോളിനൊന്നും നിങ്ങൾ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, കുന്നത്തൂർ എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ പെട്രോൾ ടാങ്കൊക്കെ ഫുള്ളായിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുന്നത്തൂരേക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു വലിയ മലമ്പ്രദേശത്തേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ ഇനി പോകുന്നത് എന്ന് പറഞ്ഞാൽ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഹൈവേ ക്രോസിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഹൈവേ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നേരെ വളവട്ടണ പാലത്തിന്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നേരെ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാട്ടാമ്പള്ളിയിലൂടെ ഇങ്ങനെ വളരെ നല്ല റോഡാണ്. അതുപോലെ തന്നെ അധികം വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് കാട്ടാമ്പള്ളി പാലത്തിൻ്റെ മുകളിലാണ്. അതായത് കാട്ടാമ്പള്ളി പുഴ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നല്ല കുളിർമ, ഏത് ഉഷ്ണകാലത്തും നല്ല കുളിർമയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കാട്ടാമ്പള്ളിയും പരിസര പ്രദേശങ്ങളും. കാരണം നല്ല രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെച്ചുപിടിപ്പിച്ച് അടിപൊളിയായിട്ട് ഒരു സ്ഥലമാണ് ഈ കാട്ടാമ്പള്ളി പോകുമ്പോൾ ഈ കാട്ടാമ്പള്ളിയിൽ നിന്ന് നേരെയുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടം പിടിച്ച ഒരു റോഡാണ്. എല്ലാവരും വളരെയധികം സൂക്ഷിച്ചു വേണം പോകാൻ. കാരണം വാഹനങ്ങൾ ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ കേരള സർക്കാരിൻ്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും കയാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മയ്യിൽ എന്നുള്ള ഒരു ബോർഡ് കിട്ടും നമുക്ക്. നമ്മൾ നേരെ മുന്നോട്ടാണ് പിന്നെ പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വശ്യ സുന്ദരമായ ഈ സ്ഥലത്തൂടെ പോകുമ്പോഴേ കണ്ണിനും മനസ്സിനും അതുപോലെ അറിയാത്ത ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമ്മൾ നേരെ പോവുകയാണ് വേണ്ടത്. ഇവിടെ എവിടെയും തെറ്റായില്ല. അതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണാടി പറമ്പിലേക്കായിരിക്കും. അങ്ങോട്ടൊന്നും പോകരുത്. നമ്മൾ നേരെ തന്നെ പോവാം. മയ്യിൽ എന്ന് പറയുന്ന സ്ഥലം കണ്ണാടി പറമ്പിലേക്കുള്ള ആരോ മാർക്ക് നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരെ പോകുക. നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മയ്യിലെത്താൻ കഴിയുക. എവിടെയും നമ്മൾ തിരിയാനോ മറിയാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വഴിക്കായി പോകും നമ്മൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ റോഡുകളും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുന്നത്തൂർ പാടി എന്ന് പറയുന്ന ശ്രീമുത്തപ്പൻ്റെ ആ ഒരു ആരൂഢ സ്ഥാനം കുന്നത്തൂർ പാടി, കുന്നത്തൂർ ദേവസ്ഥാനം, അതാണ് കുന്നത്തൂർ പാടി എന്ന് പറയുന്നത്. അതിൻ്റെ അവിടെ നിന്നും നോക്കിക്കണ്ടതാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നുണ്ട്. മലവട്ടത്തിൽ വന്നതാണ് എന്നും മറ്റുള്ളവർ പറയുന്നുണ്ട്. ഇത് ഏതാണ് ശരി എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് ഏത് വേണമെങ്കിലും, ഐതിഹ്യങ്ങളിൽ പലതും പറയുന്നുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കുന്നത്തൂർ പാടിയിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പറശ്ശിനിക്കടവ് കാണും. അതുമാത്രവുമല്ല ആ പുഴയിൽ മലവെള്ളത്തിലൂടെയാണ് മുത്തപ്പൻ വരുന്നത് എന്നുള്ളതും നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞ് കേട്ടിരിക്കുന്നത് മാത്രമാണ്, നമ്മൾക്കാർക്കും അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. കുന്നത്തൂർ പാടി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം ശ്രീമുത്തപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അതുപോലെ ശ്രീമുത്തപ്പനെ കാണാനും മുത്തപ്പൻ്റെ ആ ഒരു ഭാഗം അതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഉത്സവകാലമാണ്. ഇത് നാറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നാറാത്ത് നിന്നും നേരെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. എങ്ങോട്ടും തെറ്റാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ആ ഹൈവേ വഴി തന്നെ നാറാത്ത് വഴി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു ചെറിയൊരു ടൗണാണ് നാറാത്ത് പട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ കമ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കമ്പിലാണുള്ളത്. കമ്പിൽ സാമാന്യം നല്ല ഒരു ടൗണാണ്. എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇച്ചിരി വിലക്കുറവിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കമ്പിൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഷോപ്പുകളും കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ചെറിയൊരു പട്ടണമാണ് ഈ കമ്പിൽ എന്ന് പറഞ്ഞാൽ. ഏതായാലും വളരെയധികം സന്തോഷം തരുന്ന ഒരു വീതി തന്നെയാണ് ഈ കമ്പിൽ. ചെറിയ തോതിലുള്ള ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നതൊഴിച്ചാൽ കമ്പിൽ എന്ന് പറയുന്ന സിറ്റി വളരെ സമാധാനപരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊളച്ചേരി മുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തുന്നത്. കൊളച്ചേരി മുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. അവിടെ ചാത്തമ്പള്ളി കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൊളച്ചേരിയിലുണ്ട്.
തുലാപ്പത്തിന് അവിടെയാണ് മലബാറിലെ ആദ്യത്തെ തെയ്യം തുടങ്ങുന്നത്. ആ ഒരു തുലാപ്പത്ത് നാളിൽ ചാത്തമ്പള്ളി ഉത്സവത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ കൊളച്ചേരി മുക്ക് എന്ന് പറയുന്ന സ്ഥലം. കൊളച്ചേരി മുക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററാണ് ചാത്തമ്പള്ളി അവിടെയുള്ള കാവിലേക്കുള്ളത്. അവിടെ വിഷകണ്ഠൻ എന്ന് പറയുന്ന ഒരു തെയ്യമാണ് പ്രധാനപ്പെട്ടത്. വിഷകണ്ഠൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുലാപ്പത്ത് എന്ന് പറയുന്ന ആ ഒരു ദിവസം അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് പിന്നീട് മയ്യിൽ ലക്ഷ്യമാക്കി തന്നെയാണ്. മയ്യിൽ ലക്ഷ്യമാക്കി പോകുമ്പോൾ ഇവിടെ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ഒരു വഴി കാണാം. അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴി. അത് അവിടെ നിന്നും നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അടുത്തത് പാടിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പാടിക്കുന്ന് വഴിയും നമുക്ക് വേണമെങ്കിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോകാം. അവിടെ നിന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ പൈതൽ മല സ്ഥിതി ചെയ്യുന്നത് കാണാം. ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാലും പറശ്ശിനിക്കടവിലെത്തും. നേരെ പോകുമ്പോഴാണ് നമുക്ക് മയ്യിൽ നമ്മൾ അങ്ങ് ദൂരെ കാണുന്നത്, മലനിരകളിൽ കാണുന്നത്. അവിടെയൊക്കെ മുത്തപ്പൻ്റെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. മലനിരകളിലൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈതൽ മല, കയറലമുട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോഴും പോകുന്നത്. അതൊരു മുട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ടാകാം മുട്ട എന്ന് പറയുന്നത്. വളരെയധികം അപകടം പിടിച്ച ഒരു റോഡാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡും അതുപോലെ തന്നെ ചെറിയ വളവുകളൊക്കെയുള്ള റോഡാണ്. അതുകൊണ്ട് അറിയാത്തവരാണ് വരുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വാഹനം ഓടിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്നും നമ്മൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മയ്യിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. മയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ടൗണാണ്. അത്യാവശ്യം കമ്പില് പോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും അതുപോലെ ഭക്ഷണശാലകളൊക്കെ ഒരുപാട് ഈ റൂട്ടിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ റൂട്ടിൽ നിന്നും കഴിക്കാവുന്നതാണ്. അങ്ങനെ കുറേ ദൂരം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ കഴിയുന്നത് പിന്നെ മയ്യിൽ. ആ മയ്യിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാം. അങ്ങനെ മയ്യിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ചെറിയൊരു പട്ടണമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താ പറയുക, ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടാകാറില്ല. എന്നാലും മയ്യിലേക്ക് കയറുന്ന ഒരു വഴി നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വഴി തന്നെയാണ്. ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു അപകട മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയൊക്കെ പോകുമ്പോഴൊന്ന് ശ്രദ്ധിക്കുമല്ലോ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയായിരിക്കാം ചിലപ്പോൾ ഈ വഴിയിലൂടെ വരുന്നത്. അങ്ങനെ നമ്മൾ മയ്യിൽ പട്ടണത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ചെറിയൊരു പട്ടണമാണ്. സാമാന്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭക്ഷണ സാധനങ്ങളും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോൾ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ടൗൺ തന്നെയാണ് ഈ മയ്യിൽ ടൗൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെ മയ്യിൽ ടൗൺ നമ്മൾ പിന്നിടാൻ പോവുകയാണ്. മയ്യിൽ ടൗൺ കഴിയാൻ പോകുന്നു. ഇപ്പോൾ മയ്യിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നേരെ ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ബോർഡ് വെച്ചിട്ട് കാണാം. നമുക്ക് ഇരിക്കൂറാണ്, അങ്ങോട്ടാണ് പോകേണ്ടത്. കാരണം നമ്മൾ ഇരിക്കൂർ പോകുന്ന വഴിക്ക് എട്ടയാർ എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് ഈ നമ്മൾ പോകുന്നത്. എട്ടയാറിൽ നിന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വഴിയാണത് എട്ടയാർ. ഈ എട്ടയാറിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പിന്നീട് പോകേണ്ടത്. അവിടെ തന്നെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ കൊളോളം എന്നും അതുപോലെ തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീകണ്ഠാപുരം അതുപോലെ തന്നെ കണിയാറുവയൽ, പയ്യാവൂർ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഈ ലെഫ്റ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മലപ്പട്ടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. മലപ്പട്ടം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോഴും പോകുന്നത്. മലപ്പട്ടം നിന്നുമാണ് നമുക്ക് പിന്നീട് അവിടെ നിന്നാണ് നമുക്ക് മറ്റൊരു റോഡിലേക്ക് കയറേണ്ടത്. കണിയാറുവയൽ എന്ന് പറയുന്ന റോഡാണ്. നമ്മൾ ഒരിക്കലും ശ്രീകണ്ഠാപുരം ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. അതിലൂടെ പോയി കഴിഞ്ഞാലും പയ്യാവൂരെത്താം, പക്ഷേ അതിലൂടെ ദൂരം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് മലപ്പട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിയാറുവയൽ എന്ന് പറയുന്ന റോഡിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കണിയാറുവയൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരമായ ഗ്രാമപ്രദേശത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് മനസ്സിനും കണ്ണിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുളിരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മളിങ്ങനെ പോകുന്നു മലപ്പട്ടം ലക്ഷ്യമാക്കിയിട്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ കുന്നുകളും മലകളും അങ്ങ് ദൂരെ സഖ്യൻ്റെ മലകളും അതുപോലെ പൈതൽ മല, പൈതൽ വാലികളും ഒക്കെ കാണാം. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കുന്നത്തൂറിൻ്റെ വളരെ വിദൂരമായ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രചരണ വോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ മലപ്പട്ടത്തേക്ക് എത്താൻ പോവുകയാണ്. മലപ്പട്ടം ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പട്ടം എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം, അതായത് പഞ്ചായത്താണെങ്കിൽ കൂടി ചെറിയൊരു പട്ടണമാണ് മലപ്പട്ടം. മലപ്പട്ടം നമ്മൾ എത്താനായിരിക്കുകയാണ്. അടുത്ത് മലപ്പട്ടമാണ് നമ്മുടെ സ്റ്റോപ്പ്. ആ മലപ്പട്ടം പാലമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇതാണ് മലപ്പട്ടം പാലം. വളപട്ടണം പുഴയിലേക്ക് ചേരുന്ന സ്ഥലം മലപ്പട്ടം മുനമ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് 2 പുഴകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണിത് മുനമ്പ്. ഇരിക്കൂറിൽ നിന്നും വരുന്ന പുഴയും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയായ പുഴയും കൂടിച്ചേരുന്ന, ഒരുപക്ഷെ വളപട്ടണം പുഴ എന്നറിയപ്പെടുന്ന ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും വരുന്ന ആ ഒരു പുഴയും കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണത്. മലപ്പട്ടം മുനമ്പ് കടവ് എന്നാണ് പറയുന്നത്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ആ കയറ്റത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഭക്ഷണശാലകളുണ്ട്. അവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കണിയാർ, അടുത്ത മലപ്പട്ടം ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുന്നാണ് പിന്നീട് നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടത്. കാരണം ശ്രീകണ്ഠപുരത്തേക്ക് പോകണോ അല്ലെങ്കിൽ കണിയാർ വയലിലേക്ക് പോകണോ എന്ന്. പക്ഷേ കണിയാർ വയലിലേക്കാണ് നമുക്ക് പോകേണ്ട വഴി. ഇപ്പോഴും നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പട്ടത്തിൽ നിന്നും നമ്മൾ നേരെയാണ് പോകേണ്ടത്. ഒരിക്കലും ഇപ്പുറത്തേക്ക് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠാപുരം വഴിയായി പോകും. നേരെ പോകണം ആ റോഡിൻ്റെ. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്ന കണിയാർവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ കഴിയും.
ഇപ്പോഴും നമ്മൾ കണിയാർവയൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇരിക്കൂർ റോഡിനാണ് കയറേണ്ടത്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് കിട്ടും. ഇവിടെ തന്നെ കാണാൻ കഴിയുക ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ്. നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പോകും. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ കാറ് പോകുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് തെറ്റേണ്ടത്. ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ടൗൺ കണ്ടകശ്ശേരി എന്ന് പറയുന്നൊരു ടൗണാണ് കിട്ടുക. അപ്പോൾ കണ്ടകശ്ശേരിയിലേക്ക് ഇതിപ്പോൾ നമ്മൾ കണ്ടകശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടകശ്ശേരിയിൽ നിന്ന് നേരെ പയ്യാവൂർ റോഡിനാണ് നമുക്ക് കയറേണ്ടത്. അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ പയ്യാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക. പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെയൊക്കെ മുന്നിലൂടെയാണ് പോകേണ്ടത്. നമുക്ക് ശിവക്ഷേത്രത്തിലൊക്കെ വേണമെങ്കിൽ തൊഴാവുന്നതാണ്. പിന്നെ അങ്ങനെ പോയി കഴിയുമ്പോൾ ഇപ്പോഴാണ് പയ്യാവൂർ എത്തോട്ടെ. കുറച്ച് സമയം നമ്മൾ അവിടുത്തേക്ക് ഓടാനുണ്ട്. പയ്യാവൂരേക്ക് ഒരു 3-4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ പയ്യാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ. പയ്യാവൂരിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മൾ തിരിയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ആയാലും ഇന്ധനങ്ങളൊക്കെ അടിക്കേണ്ടത് പയ്യാവൂരിൽ നിന്നാണ്. പയ്യാവൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ. ഇന്ധനങ്ങൾ നിങ്ങൾ എപ്പോഴും പെട്രോളോ ഡീസലൊക്കെ അടിച്ച് ഫുള്ളാക്കി വെച്ചിട്ട് വേണം പോകാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുകളിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ പയ്യാവൂർ ടൗണിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ പയ്യാവൂർ ടൗണാണ്. ഈ പയ്യാവൂർ ടൗണിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ കുന്നത്തൂർ പാടിയിലേക്കുള്ള റോഡ് കിട്ടും. ആ റോഡ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റവും ഇറക്കൊക്കെ ആയിട്ടുള്ള റോഡാണ്. ഇപ്പോഴും ഇതൊക്കെ പയ്യാവൂർ ടൗണിൽ പെടുന്നതാണ്. ഇപ്പോഴും ഒരു കുറച്ച് മുകളിലോട്ട് ആ ഒരു മരമൊക്കെ കണ്ടില്ല, ആ മരത്തിൻ്റെ അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കുന്നത്തൂർ പാടിയിലേക്കാണ്. കുന്നത്തൂർ പാടി റോഡിനാണ് നമ്മളിപ്പോഴും കയറാൻ പോകുന്നത്. ആവാസമൊക്കെ വരുന്നില്ലേ അതുവഴി. അതിൻ്റെ രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, ആ വഴിയിലോട്ട് പോകരുത്. അത് പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് ചന്ദനക്കാമ്പ് എത്തും. ഈ വഴിയിലൂടെ നേരെയാണ് പോകേണ്ടത്. കുന്നത്തൂർ റോഡാണിത്.
നേരെ പോയി കഴിഞ്ഞാൽ കുന്നത്തൂർ പാടിയിൽ നമുക്കെത്താൻ കഴിയും. അപ്പോഴും നമ്മളിപ്പോഴും കുന്നത്തൂർ പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പാടിയിലെത്തിയിരിക്കും, പാടി ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ച് മുകളിലോട്ട് കയറാനുണ്ട്. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്ന ആ വഴിയിലെത്താൻ കഴിയും. അപ്പോൾ അവിടെ നിന്നും പിന്നെ കുറച്ച് ദൂരം കൂടി നമുക്ക് മുകളിലോട്ട് കയറാനുണ്ട്, അതായത് ഫോറസ്റ്റിലേക്ക് കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരായിരിക്കും, നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 17-ാം തീയതി മുതലെന്ന് പറഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കാണുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല, അപ്പോഴും നല്ല തിരക്കും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്, കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തെത്താം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പന്തലും അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇല്ല ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ. അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താം. ഇവിടെയൊക്കെ പന്തലും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയതല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പൊടിക്കളം എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് കുന്നത്തൂർ പാടിയുടെ താഴെ ഈ ഗേറ്റാണ് ഇവിടെ കാണുന്ന ആർച്ച്. ഇതുവഴിയാണ് കുന്നത്തൂർ പാടിയിലേക്ക് നമുക്ക് പോകേണ്ടത്. കുറച്ച് കയറി കഴിഞ്ഞാൽ കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനം എത്തുന്നതാണ്. അപ്പോൾ ഇതാണ് എളുപ്പവഴി. കണ്ണൂരിൽ നിന്നും വരുമ്പോൾ എളുപ്പവഴി എല്ലാവരും നോക്കിയിട്ട് ഇതുവഴി തന്നെ വരിക. എല്ലാവർക്കും സ്വാഗതമാണ്, എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു കുന്നത്തൂർ പാടിയിലേക്ക്.